നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലൈലത്തുൻ നുസ്രിയ ബീന സമാ, ആകാശ ലോകത്തേക്ക് എന്നെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൊണ്ടുപോയ സന്ദർഭത്തിൽ ആകാശരോഹണം നടത്തിയതാകുന്ന രാവിൽ റജബ് 27 രാവിൽ ഞാനിതാ ഒരു ഖൗമിനെ കാണുകയാണ്. റഅയ്തു ഖൗമാ ബിഐനയ്യ, എന്റെ രണ്ട് കണ്ണുകൊണ്ടവരെ അവരെ ഞാൻ കാണുകയാണ്. അവരെ ഖബറിലതാ ശിക്ഷിക്കപ്പെടും. അവരാറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിൽ അവരെ പാറക്കല്ലിന്റെ ചീലെടുത്തുകൊണ്ട് തലയിലേക്ക് വെച്ചുകൊണ്ട് പൊട്ടിക്കുകയാണ്. തല പൊട്ടിക്കുകയാണ്, രക്തം ചീന്തുകയാണ്, രക്തം വാർന്നൊഴുകയാണ്. അവരുടെ തലയതാ പൊട്ടിച്ചീന്തി തലയിലെ രക്തങ്ങൾ മുഴുവനും വാർന്നൊലിച്ചുകൊണ്ട് നിലത്ത് വന്നു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് ആത്മാവിനെ ഊരിയെടുക്കുകയാണ്. ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയതിനു ശേഷം 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ളതാകുന്ന ശിക്ഷയാണ് സഹോദരാ. നിന്റെ ശരീരത്തിൽ നിന്ന് അല്ലാഹു കൊണ്ടുപോകുന്ന ആത്മാവിനെ ഖബറിലേക്ക് എത്തിക്കഴിയുമ്പോ, ആ ഖബറിലേക്ക് നീ ചെന്ന് കഴിയുമ്പോ അല്ലാഹു ചോദ്യോത്തര സമയം മുതൽ ഇതാ നിനക്ക് ആത്മാവിനെ തിരിച്ചു നൽകുകയാണ്. ആത്മാവിനെ ഇതാ തിരിച്ചു നൽകുകയാണ്. ചോദ്യങ്ങൾ മുൻകർ നക്കീർ അലൈഹിസ്സലാമിന്റെ ചോദ്യങ്ങൾക്ക് പരിപൂർണമായി ഉത്തരം കൊടുത്ത മുഅ്മിനാണോ, നിനക്കിതാ ഖബറിൽ സ്വർഗം കാണിക്കുകയാണ്, ഖബർ സന്തോഷമാകുകയാണ്. നേരെ മറിച്ച് നീ മറുപടി കൃത്യമല്ല എങ്കിൽ ഖബർ തീയാണ്, ഖബറിലതാ ശിക്ഷയാണ്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് അല്ലാഹുവിന്റെ റസൂൽ അതാ മിഅ്റാജിന്റെ രാവിൽ കാണുന്നത്. ഹബീബായ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, വല്ലാത്തൊരു ഭീമാകാരമായ അവസ്ഥയാണ്, വല്ലാത്തൊരു ഭയചകിതമാകുന്ന അന്തരീക്ഷമാണ് സ്വഹാബത്തെ. റഅയ്തു ഖൗമാ, ഒരു സമൂഹത്തെ ഞാൻ എന്നെ കണ്ണുകൊണ്ട് കണ്ണുപോവുകയാണ്. ആ സമൂഹം അതാ അവരുടെ കയ്യിൽ ഒരു പാറക്കല്ലുണ്ട്, ആ പാറക്കല്ലുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് അവരുടെ തല പൊട്ടിക്കുകയാണ്. തലയതാ കല്ലുകൊണ്ട് കടിച്ചിടിച്ച് പൊട്ടിച്ചിട്ട് രക്തത്തുള്ളികൾ തലയിൽ നിന്ന് അതാ ചീന്തി വരികയാണ്, പുറത്തേക്ക് നിർഗളിക്കുകയാണ്. അവസാനം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോവുകയാണ്. തല പൊട്ടിപ്പിളർന്ന് നിൽക്കുന്നതാകുന്ന മനുഷ്യന്റെ ആത്മാവ് പോയി കഴിയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ആത്മാവ് തിരിച്ചു നൽകുകയാണ്. വീണ്ടും പൂർവാധികം അവന്റെ ശരീരത്തെ ഭംഗിയാക്കുകയാണ്, പഴയ രീതിയിലാക്കിയിട്ട് വീണ്ടും അവന്റെ കയ്യിലേക്ക് പാറക്കല്ല് കൊടുക്കുകയാണ്. അവന്റെ തലയവന് പൊട്ടിക്കുകയാണ്, പാറക്കല്ല് കൊണ്ട് ഇടിച്ചിടിച്ച് പൊട്ടിക്കുകയാണ്. ഇങ്ങനെ ഖബറിൽ കിടന്നുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതാകുന്ന മനുഷ്യനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോ ഞാൻ സഹാബത്തിനോട് ചോദിച്ചു പോയി, സഹാബാ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സവാസിയാകുന്ന ജിബ്രീലിനോട് ചോദിച്ചു പോയി, മൻ ഹൗലായ ജിബ്രീൽ, മൻ ഹൗലായ ജിബ്രീൽ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ആരാണ് ജിബ്രീൽ ഈ കൂട്ടര്, ആരെയാണ് ഇത്രത്തോളം കഠിനമായ രീതിയിൽ ഖബറിന്റെ ഏകാന്തതയിൽ ശിക്ഷിക്കപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു അത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ, ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലദീന തതഫാഖലൂന റഊസഹും അനി സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ ബാങ്കൊലികൾ കർണപുടത്തിലെ കലിയൊലി കൊണ്ടിട്ട് പോലും ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാത്ത ആളുകളാണ്. അല്ലദീന തതഫാഖലൂന റൂസുഹും അനിസ്സലാഹ്
നമസ്കരിക്കാതെ പുതച്ചുകൂടി മുറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദര, ജമാഅത്തിനെ അശ്രദ്ധ പതിപ്പിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, ചിന്തിക്കണേ ചിന്തിക്കണേ. അല്ലാഹു റസൂൽ പറയുകയാ, നമസ്കാരത്തെ ഭാരമായി കണ്ട ആളുകളാണ്, നമസ്കാരത്തെ ഭാരമായി കണ്ട ആളുകളാ, അവരെ ഖബറിലേക്ക് ചെന്നിട്ട് പാറക്കല്ലവരുടെ കയ്യിൽ കൊടുത്ത് സ്വന്തമായി ഇടിക്കാൻ പറയുകയാണ്. ഇടിക്കാതിരുന്നാൽ മലക്കുകൾ, അതാ ശിക്ഷയുടെ മലക്കുകൾ ഖബറിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അദാബിന്റെ മലക്കുകൾ ആ പാറക്കല്ലെടുത്ത് രണ്ട് ഭാഗത്ത് നിന്ന് കൂട്ടിയിടിക്കുകയാണ്, തല പൊട്ടിച്ചിതറുകയാണ്, അങ്ങനെ രക്തം ചീന്തിക്കൊണ്ട് മരണപ്പെടുകയാണ്. ഏറ്റവും വലിയ ശിക്ഷയാണ് ശിക്ഷയാ. ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ആരാണെന്ന് ജിബ്രീലിനോട് ചോദിക്കുമ്പോ ജിബ്രീലിനോട് പറഞ്ഞുപോയി, റസൂലല്ലാഹ് അല്ലദീന തതഫാഖലൂന റൂസും അനിസ്സലാഹ്, അവർ നമസ്കാരത്തെ ഭാരമായി കാണുന്നവരാണ്. അതുകൊണ്ടല്ലയോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫവൈലുൽ ലിൽ മുസല്ലീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മഊൻ. എത്രയെത്ര ആളുകളുണ്ട് നമസ്കരിക്കുന്ന ആളുകൾ, എത്രയോ സഹോദരിമാരുണ്ട്, എത്രയോ വിശ്വാസികളുണ്ട്. നമസ്കരിക്കുന്നവരല്ലയോ നമ്മള്, അസർ നമസ്കരിച്ചില്ലവരില്ലയോ, മഗ്രിബ് നമസ്കരിച്ചവരില്ലയോ, ഇശാ നമസ്കരിച്ചുകൊണ്ട് തക്ബീർ ചൊല്ലിക്കൊണ്ട് കടന്നു വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, സൂറത്തുൽ മാഊൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഫവൈനുൽ ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമാണ്, നരകത്തിന്റെ ഒരു ചെരിവ് തന്നെ അവർക്ക് അല്ലാഹു നൽകിയിരിക്കുകയാണ്. എങ്ങനെയുള്ള നമസ്കാരക്കാരാണ്? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെ അശ്രദ്ധ വെക്കുന്നവരാണ്, നമസ്കാരത്തെ ഗൗരിക്കാത്തവരാണ്. ഹജ്ജിന് വേണ്ടി പോയി വന്ന ഉമ്മയാണ്, ഉംറ നിർവഹിച്ചു വന്നതാകുന്ന സഹോദരനാ, പക്ഷെ അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഇതിനേക്കാൾ വലിയ പള്ളിയിൽ പോയിട്ട് വന്നവനല്ലയോ ഞാൻ, കാബയുടെ ചാരത്ത് നിന്ന് നമസ്കരിച്ചവരല്ലയോ, ഈ തൈക്കാവിലേക്ക് പോയി, ഈ നിസ്കാര പള്ളിയിലേക്ക് പോയി ജമാഅത്തിന് പങ്കെടുക്കാൻ എനിക്ക് കഴിയില്ല, എനിക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരേ, അല്ലദീന തതഫാഖലൂന റൂസും അനിസ്സലാഹ്, നമസ്കാരത്തെ ഭാരമായി കാണുന്നവർ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, ഖബറിൽ ഇടങ്ങേറാക്കപ്പെടുകയാണ്.